ബലാത്സംഗം, ഭീഷണിപ്പെടുത്തി നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തൽ തുടങ്ങിയ യുവതിയുടെ പരാതിയിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു കോടതി. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെയും കോൺഗ്രസിന്റെയും മുഴുവൻ കണക്കുകൂട്ടലുകളും തെറ്റിച്ചുകൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. ഒപ്പം പാർട്ടിയുടെ തണലും രാഹുലിന് നഷ്ടമായി. പാർട്ടി പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രസ്താവനയിറക്കി. പരാതിയുമായി ബന്ധപ്പെട്ട് രാഹുൽ നിരത്തിയ മുഴുവൻ വാദമുഖങ്ങളും കോടതി തള്ളിക്കളയുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വാദം കേട്ട സമയത്ത് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിരുന്ന തെളിവുകളും പുതുതായി ഹാജരാക്കിയ തെളിവുകളും കോടതി പരിശോധിച്ചു. ഒപ്പം കഴിഞ്ഞ ദിവസം 23-കാരി നൽകിയ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന പരാതിയിൽ കേസെടുത്ത FIR-ഉം ഇന്ന് അന്തിമവാദത്തിനിടെ കോടതിയിൽ പ്രോസിക്യൂഷൻ ഹാജരാക്കി. ഇതെല്ലാം പരിഗണിച്ച കോടതി രാഹുൽ സ്ഥിരം ലൈംഗിക കുറ്റവാളി എന്ന വിലയിരുത്തലോടെയാണ് രാഹുലിന് ജാമ്യം നിഷേധിച്ചത്. ജാമ്യം നൽകുന്നത് കേസിന്റെ തുടർ നടപടികളെ ബാധിക്കുമെന്ന് പ്രോസിക്യൂഷനും വാദിച്ചു. രാഹുലിന്റെ ആവശ്യങ്ങളും വാദങ്ങളും കോടതി കേട്ടിരുന്നു. രാഹുൽ ആവശ്യപ്പെട്ടത് പ്രകാരം ഇൻ ക്യാമറ പ്രൊസീജറായും അഥവാ അടച്ചിട്ട കോടതി മുറിയിലും വാദം കേട്ടു. രാഹുൽ ഉന്നയിച്ച വാദങ്ങളെല്ലാം കോടതി പരിശോധിച്ചു. എന്നാൽ മുൻകൂർ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത തരത്തിലാണ് പോലീസും പ്രോസിക്യൂഷനും കേസ് തയ്യാറാക്കിയിരുന്നത്. ബലാത്സംഗവും ഗർഭഛിദ്രവും നടന്നുവെന്നത് സ്ഥാപിക്കുന്നതിന് ഡോക്ടറുടെ മൊഴി സഹിതമുള്ള രേഖ പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. രാഹുൽ സ്ഥിരം ലൈംഗിക കുറ്റവാളിയാണ് എന്ന് വാദിച്ചാണ് പുതിയ പരാതിയിലെ FIR കൂടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയത്. ആദ്യം പരാതി നൽകിയ യുവതിയുടെ കേസിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് ലൈംഗിക ബന്ധം നടന്നത് എന്നായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ വാദിച്ചിരുന്നത്. ഈ വാദത്തെ ഖണ്ഡിച്ച് രാഹുൽ സ്ഥിരമായി സ്ത്രീകളെ ഇത്തരത്തിൽ പ്രലോഭിപ്പിച്ച് ലൈംഗിക ബന്ധം പുലർത്തുന്ന ഒരാളാണ് എന്ന് വാദിക്കുകയായിരുന്നു പ്രോസിക്യൂഷൻ. ഭർത്താവിന്റെ ഗാർഹിക പീഡനം മൂലം ദുരിതത്തിലായ ഒരു സ്ത്രീ കുടുംബ പ്രശ്നം പറയാൻ സമീപിച്ചപ്പോൾ സൗഹൃദം സ്ഥാപിച്ചെടുക്കുകയും പിന്നീട് അതുവഴി കൂടുതൽ അടുത്ത് നഗ്നദൃശ്യം പകർത്തി ബലാത്സംഗം ചെയ്യുകയും വീണ്ടും ഭീഷണിപ്പെടുത്തി സമാനമായ രീതിയിൽ ബലാത്സംഗം ചെയ്യുകയും ചെയ്തുവെന്നാണ് രാഹുലിനെതിരായ ആരോപണം. യുവതിയുടെ പരാതിയിൽ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി പോലീസ് കേസെടുത്തു. പുറമെ രാഹുൽ ചെയ്ത കുറ്റകൃത്യങ്ങൾ വിശദീകരിച്ച് വിശദമായ റിപ്പോർട്ടും പോലീസ് കോടതിയിൽ നൽകി. വ്യാഴാഴ്ച നടന്ന അവസാനഘട്ട വാദം കേൾക്കലിൽ പരാതിക്കാരിയായ യുവതിയുടെ വീട്ടിലെത്തി രാഹുൽ ആത്മഹത്യാ ഭീഷണി മുഴക്കിയിരുന്നതായി പ്രോസിക്യൂഷൻ കോടതിയെ അറിയിച്ചിരുന്നു. ഗർഭചിത്രത്തിന് സമ്മർദ്ദം ചെലുത്തിയായിരുന്നു ഭീഷണിയെന്നും ഫ്ളാറ്റിൽ നിന്ന് ചാടുമെന്ന് പറഞ്ഞുവെന്നുമാണ് പ്രോസിക്യൂഷൻ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്നാണ് യുവതി ഗർഭചിത്രത്തിന് സമ്മതിച്ചത് എന്നാണ് പ്രോസിക്യൂഷൻ വാദിച്ചത്. രാഹുലിന്റെ ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം അടച്ചിട്ട മുറിയിൽ 1.5 മണിക്കൂറോളമാണ് ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം കേട്ടത്. വാദത്തിൽ ഉടനീളം നടന്നത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നും കേസ് രാഷ്ട്രീയമായി കെട്ടിച്ചമച്ചതാണ് എന്നുമുള്ള രാഹുലിന്റെ വാദങ്ങളായിരുന്നു. യുവതിയുടെ ആവശ്യപ്രകാരവും ഇഷ്ടപ്രകാരവുമാണ് ഗർഭചിത്രം നടത്തിയത് എന്നും രാഹുൽ കോടതിയിൽ വാദിച്ചു. തുടർന്ന് തുടർവാദം കേൾക്കാൻ വ്യാഴാഴ്ചത്തേക്ക് മാറ്റിവെച്ചു. ഇന്ന് തുടർവാദം കേട്ടുവെങ്കിലും കേസിന്റെ മുന്നോട്ടു പോക്കിനെ ബാധിച്ചേക്കാമെന്നും സ്ഥിരം കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്ന ആളാണ് എന്നുമുള്ള പ്രോസിക്യൂഷൻ വാദം മുഖവിലക്കെടുത്ത കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നു. കഴിഞ്ഞ ദിവസം രാഹുലിനെതിരെ പരാതി നൽകിയ രണ്ടാമത്തെ പെൺകുട്ടിയുടെ പരാതിയും കെട്ടിച്ചമച്ചതാണ് എന്ന് രാഹുൽ കോടതിയിൽ വാദിച്ചുവെങ്കിലും കോടതി ആ വാദം മുഖവിലക്കെടുത്തില്ല. ഫോൺ വിളികളും ചാറ്റുകളും റെക്കോർഡ് ചെയ്തും സ്ക്രീൻഷോട്ട് എടുത്തും സൂക്ഷിച്ചത് ഗൂഢലക്ഷ്യത്തോടെയാണ് എന്നും പരാതി നൽകാൻ യുവതിക്ക് തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് സമ്മർദ്ദമുണ്ടായി എന്നും CPM BJP ഗൂഢാലോചനയാണ് പരാതിക്ക് പിന്നിലെന്നും പ്രതിഭാഗം വാദിച്ചു. ഇനി രാഹുൽ മാങ്കൂട്ടത്തിലിന് പാർട്ടിയുടെ തണലും നഷ്ടമാകുകയാണ്. നേരത്തെ പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരുന്ന രാഹുലിനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയതായി പാർട്ടി നേതൃത്വം അറിയിച്ചു. നിലവിൽ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഉയർന്ന പരാതികളുടെയും രജിസ്റ്റർ ചെയ്ത കേസുകളുടെയും അടിസ്ഥാനത്തിൽ കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി KPCC പ്രസിഡന്റ് സണ്ണി ജോസഫാണ് അറിയിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പുറത്താക്കിക്കൊണ്ട് ഒറ്റവരി വാർത്താക്കുറിപ്പാണ് KPCC പുറത്തിറക്കിയത്. ലൈംഗിക പീഡന കേസിൽ മുൻകൂർ ജാമ്യ ഹർജി തള്ളിയ കോടതി വിധി വന്നതിന് പിന്നാലെ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതായുള്ള തീരുമാനവും വന്നു. പുതിയ പരാതികൾ കൂടി വന്നതോടെ രാഹുൽ പാർട്ടിക്കുള്ളിൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പാർട്ടിയിലെ മുതിർന്ന നേതാക്കളും വനിതാ നേതാക്കളും യുവ നേതാക്കളും ഒന്നടങ്കം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള മുതിർന്ന നേതാക്കൾ നേരത്തെ തന്നെ രാഹുലിനെ കൈയൊഴിഞ്ഞിരുന്നു. അപ്പോഴും
പാർട്ടിയിലെ ചില കോണുകളിൽ നിന്നെങ്കിലും രാഹുലിനെ പ്രതിരോധിക്കുന്ന സമീപനം ഉണ്ടായിരുന്നുവെങ്കിലും ചൊവ്വാഴ്ച പുതിയൊരു പീഡന പരാതി കൂടി വന്നതോടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് പോലും രാഹുലിനെ കൈവിടുന്ന സ്ഥിതിയുണ്ടായി.